ഇക്ബാൽ അറയ്ക്കൽ കെ.സി. വേണുഗോപാൽ വ്യക്തത വരുത്തുന്നുണ്ട്. ബി.ജെ.പിയെ അകറ്റാനുള്ള സഹകരണമുണ്ടാകും എന്നുള്ളതാണ്. അത് സഖ്യം എന്നതിനപ്പുറം പുറത്തുനിന്നുള്ള പിന്തുണ എന്ന രൂപത്തിലാണ്. പാലക്കാട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുക? പ്രത്യേകിച്ച് പാലക്കാട് CPM അവിടെ ബി.ജെ.പിയേക്കാൾ കോൺഗ്രസിനെതിരെയാണ് അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കാറ്. പ്രത്യേകിച്ച് അവിടുത്തെ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലുമെതിരെ വലിയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി. സ്മൃതി, എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ ഇത്തവണ LDFും UDFും ഒരു പക്ഷേ ഒരുമിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. BJPയെ ഇനിയൊരു ഭരണത്തിലേക്ക് നയിക്കാതെ ഒരു സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് UDFിൻ്റെയും LDFിൻ്റെയും നേതൃത്വത്തിൽ ഒരു ഭരണമുന്നണി ഉണ്ടാക്കുക എന്ന നീക്കത്തിലേക്കും ഒരു പക്ഷേ കടന്നേക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ VK ശ്രീകണ്ഠൻ MP ആണ് ഇത്തരത്തിൽ ഒരു ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPയെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ എല്ലാ മുന്നണി നേതാക്കളും തയ്യാറാവണമെന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. പിന്നീട് ഇന്നിപ്പോൾ ഇതാ പാലക്കാട് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ അതിനുശേഷം പിന്നീട് CPMന്റെ നേതാക്കളായ NN കൃഷ്ണ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എല്ലാം ഈ സഖ്യ സാധ്യത അത് തള്ളാതെ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. വർഗീയ ശക്തികളെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന നിലപാടാണ് CPM എല്ലാ കാലത്തും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ചില സവിശേഷ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള മുന്നണി അത് സാധ്യത അല്ലെങ്കിൽ ആ സാധ്യതകളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് NN കൃഷ്ണ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും സംസ്ഥാന കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച ശേഷം ഉടൻ തന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തും എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരുപക്ഷെ ഹാട്രിക് ഭരണം എന്നുള്ള BJPയുടെ മോഹത്തിന് LDF UDF കൂട്ടുകെട്ട് അതൊരു തടസ്സമായി നിന്നേക്കും. നിലവിൽ 25ഓളം സീറ്റുകൾ മാത്രമാണ് ഇത്തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് BJPക്ക് നേടാനായിട്ടുള്ളത്. LDFും UDFും പിന്നീട് ഒരു സ്വതന്ത്രം കൂടി ചേർന്നാൽ 28 സീറ്റുകൾ ഇത്തരത്തിലൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഈ ജനാധിപത്യ മതേതര മുന്നണിക്ക് നേടാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ മുന്നണിക്കായിരിക്കും ഒരുപക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ ഭരണം നേടാനുള്ള സാഹചര്യം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ LDFും UDFും ചേർന്നുകൊണ്ടൊരു മുന്നണി ഉണ്ടാക്കിയാൽ അത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉൾപ്പെടെ വലിയ രീതിയിൽ BJP ചർച്ചയാക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് BJPക്ക് സാധ്യത നൽകാതെ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്ന നീക്കമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പാലക്കാട് സജീവമായി തന്നെ തുടരുകയാണ്. ശരി, ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.